ഹലോ. ഇപ്പം നമ്മൾ അഡ്വാൻസ് ഫോമിക് ടോപ്പിക്കിനകത്ത് റീയൂസബിൾ ഫോമിക് കൺട്രോൾസിന്റെ സെറ്റപ്പ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോമിക് കൺട്രോൾ കമ്പോണന്റ് ആയിരിക്കും. അതായിരിക്കും നമ്മുടെ മെയിൻ കമ്പോണന്റ്. അതിനുശേഷം ഒരു ഫോമിക് കൺട്രോൾ ഡോട്ട് JSX എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പോണന്റൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പോണന്റുമാണ് ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് കമ്പോണന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉദ്ദേശം ഉണ്ടാവും നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഇവിടെ വരുന്നു, നമുക്ക് കമ്പോണൻസിനകത്ത് തന്നെ പോകാം. കമ്പോണൻസിനകത്ത് പോയിട്ട് ഫോമിക് കണ്ടെയ്നർ ഡോട്ട് JSX RAFCE അതിനുശേഷം ഈ ഡെവിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഫോമിന്റെ ഇനിഷ്യൽ വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കോൺസ്റ്റന്റ് വാലിഡേഷൻ സ്കീമ, ഇപ്പം നമ്മൾ ഇവിടെ എടുത്തതുപോലെ തന്നെ എടുക്കാം. നമ്മളിവിടുന്ന് കോപ്പി ചെയ്യാനായി import star as yep from yep. Only my friends are good. Yep objectനകത്ത് within semi bracket നമ്മൾ തൽക്കാലം ഒരു empty validation file empty object ആണ് കൊടുക്കുന്നത് validation schema ആയിട്ട്. Going further നമ്മളത് will change it. അതിനുശേഷം constant on submit equal to values which is of type form data. തൽക്കാലത്തേക്ക് we'll do a console log of values. നമ്മൾ തൽക്കാലം വേറെ ഒന്നും ഫോമിൽ ചെയ്യുന്നില്ല. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ വാല്യൂസ് വരുന്നത് ആ വാല്യൂസ് തൽക്കാലം നമ്മൾ കൺസോൾ ലോഗ് ചെയ്ത് കാണിക്കുകയാണ്. We can add one data here like form data submit. അതിനുശേഷം നമുക്കിവിടെ റിട്ടേണിനകത്തുള്ള ബാക്കി ചേഞ്ചസ് നടത്താം. റിട്ടേണിനകത്ത് നമുക്ക് ഫോമിക് initial values equal to initial values, validation schema equals to validation schema, on submit equals to on submit. And what do we just അതിനുശേഷം നമ്മൾ render pro പാറ്റേണിൽ ഡേറ്റ എഴുതാൻ പോകണം. നമ്മൾ എങ്ങനെ render pro പാറ്റേണിൽ ഡേറ്റ എഴുതാൻ നമ്മൾ contact.jsൽ പോയിട്ട് ഒന്നുകൂടെ റെഫർ ചെയ്യായിരിക്കും. നമ്മൾ contact.js നോക്കിയ ഫോമിക്കിനകത്ത് render പാറ്റേൺസിനകത്ത് ഇങ്ങനെയാണ് ഫോം എഴുതിയിരിക്കുന്നത്. ആ സെയിം ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എൻറ്റയർ ഫോം തന്നെ നമ്മൾ അതുപോലെ തന്നെ ഇപ്പുറത്തും എഴുതാൻ പോവാണ്. ആദ്യം നമ്മൾ വിത്തിൻ ഒരു കേളി ബ്രേസസ് കൊടുക്കും. ഇതിനകത്ത് വരുന്ന കോഡ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡാണെന്നുള്ള പറയാൻ വേണ്ടി. Then we write formic. Formic എന്ന് തന്നെ വേണമെന്നില്ല, ഏത് വേരിയബിൾ നെയിം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. formic. അതിനുശേഷം നമുക്കൊരു I think there is a curly braces. ഒരു curly braces കൊടുത്ത് return form. Submit. Sorry.
button type equal to subnet. ഫ്രാഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം നമുക്ക് JSX എലമെന്റ് ഒരു സിംഗിൾ പേരന്റ് വേണം. ഞാൻ ഡിവിന് പകരം ഒരു ഫ്രാഗ്മെന്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും അയക്കുന്നു. ഫോമിക് എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട്. വിൽ ബി യൂസിങ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ പാർട്ട്. ഇതാണ് നമ്മുടെ ഫോമിക് കണ്ടെയ്നർ. ഈ ഫോമിക് കണ്ടെയ്നർ നമ്മൾ ഏതെങ്കിലും ഒരു പേജിൽ വിളിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് നമുക്ക് കാണാൻ വേണം. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ തിരിച്ചു വരികയാണെങ്കിൽ ഗോ ബാക്ക് ഹിയർ. ഇവിടെ ഹോം ഉണ്ട്, മൂവി ഉണ്ട്, ദെൻ യു ഹാവ് എ കോണ്ടാക്ട്. മൂവിക്കകത്ത് എന്ത് പറ്റി? API ഡൗൺ ആണെന്ന് തോന്നുന്നു. കോണ്ടാക്ട് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കോണ്ടാക്ട് പോലെ തന്നെ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അഡ്വാൻസ് ഫോംസ് എന്ന് പറഞ്ഞിട്ട്. We'll create a new form called as advanced forms.jsx. RAFCE ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫോമിക് കണ്ടെയ്നറിനെ ഇമ്പോർട്ട് ചെയ്യണം. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഫോമിക് കണ്ടെയ്നർ. അതിനുശേഷം നമുക്ക് app.jsx-ലാണ് നമ്മൾ റൗട്ട് എഴുതിയ layout.jsx. layout.jsx. One second. Let me check where did I write it. No, we don't. app.js. No, Elliot, no. index.js-നകത്ത് നമ്മൾ ഇവിടെ പാത്ത് എഴുതിയിട്ടുണ്ട്. റിയാക്ട് റൗട്ടർ ബ്രൗസർ റൗട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പാത്ത് എഴുതിയിട്ടുണ്ട്. ആ പാത്തിനകത്ത് കുറെ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എല്ലാം ചിൽഡ്രൻ പാത്തും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് പാത്ത് എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ഫോമിന് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. /advanced forms, element equals. I see. Again I made a mistake. This should be capital letter. അത് ഞാൻ മാറ്റി കൊടുക്കട്ടെ. ഇവിടെ here it should be capital A. Here it should be capital. Coming back to index.js, advanced forms. Why you? What? Oh, fast. ഈ എറർ മേളിൽ എന്താ? മേളിൽ advanced forms. Yeah. Okay. ഇവിടെയും പേജ് വരുന്ന advanced forms.js, ഇവിടെയും പേജ് വരുന്ന advanced
Jesus തന്നെയാണ്. പിന്നെ ഇവിടെ എന്ത് പറ്റി എറർ വരാൻ കാര്യം? Already included the file name, the body. Can you sit together? You and everyone? I'm on the fourth. Okay. What? Transforms. Oh, can How many entries do we have here? oh 4 entries. Okay. Let me see what else comes if try to navigate to advanced form is not defined. നമ്മുടെ ഫോം എവിടെ നിന്നാണ് വരുന്നത്? contact.jsൽ ഫോം വരുന്നത് ഫോമിക് തന്നെയാണ്. അപ്പോൾ ഫോമിക് ഡോട്ട് കണ്ടെയ്നറിനകത്തും ഫോം വരേണ്ടത് ഫോമിക് തന്നെയാണ്. തൽക്കാലം സബ്മിറ്റ് ബട്ടൺ മാത്രമേ ഇപ്പോൾ അഡ്വാൻസ് ഫോമിലുള്ളൂ. ഞാൻ ഇതിന് ഒരു റൗട്ട് കൊടുക്കട്ടെ. header.j header.xs പോയിട്ട് Alien, can I sit next? Wait. Can I sit the next alien, please? No. Not the one. Okay. അഡ്വാൻസ് ഫോംസ് ഇവിടെ വന്നിട്ടുണ്ട്. when you click this it comes over here. ഇനി പക്ഷെ നമ്മുടെ സെറ്റപ്പ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അഡ്വാൻസ് ഫോമിക് കണ്ടെയ്നർ മാത്രമാണ് സെറ്റപ്പ് ചെയ്തത്. ഇപ്പം നമുക്ക് ഫോമിക് കണ്ടെയ്നറിനകത്ത് സബ്മിറ്റ് ബട്ടൺ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇൻപുട്ട് കൺട്രോൾസ് ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഇൻപുട്ട് കൺട്രോൾസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വിൽ ഗോ ഫോർ ഫോം കൺട്രോൾ ഡോട്ട് JSX RAF C ഇതിനകത്തോട്ട് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇതിനകത്തോട്ട് കുറച്ച് പ്രോപ്സ് കിട്ടാനുണ്ട്. പ്രോപ്സ് എന്ന് പറയുന്നത് കൺട്രോൾ പ്രോപ്സ് ആണ്. കൺട്രോൾ എന്താണെന്നുള്ളത്, അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആണ് ടൈപ്പ് എങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന കൺട്രോൾ ഇൻപുട്ട് ടൈപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് സ്വിച്ച് ചെയ്യാൻ പോവാം. സ്വിച്ച് ഓഫ് കൺട്രോൾ is input. That should return input control. തൽക്കാലം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. കേസ് ടെക്സ്റ്റ് ഏരിയ ആണ് കൺട്രോൾ എങ്കിൽ that should define a text area control. Case select should define a select control. Case checkbox should define a checkbox control. Case date should define a date control. Default return null. ഇത് നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തോളാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് വിൽ ജസ്റ്റ് ഡു എ ഫോർമാറ്റ് എലമെന്റ് so that it looks better.
ഇൻപുട്ട്, ടെക്സ്റ്റ് ഏരിയ, സെലക്ട്, ചെക്ക് ബോക്സ്, ഡേറ്റ്, അങ്ങനെ ഓരോ ഇൻപുട്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ റിട്ടേൺ ചെയ്യും. ഈ റിട്ടേൺ ചെയ്യുന്ന ഡേറ്റാസ് നമ്മൾ ഫോമിക്കിൽ ആഡ് ചെയ്യും. ഇനി അടുത്ത വീഡിയോസിലെല്ലാം നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഫോമിക് കൺട്രോൾ, ടെക്സ്റ്റ് ഏരിയ കൺട്രോൾ, സെലക്ട് കൺട്രോൾ, ചെക്ക് ബോക്സ് കൺട്രോൾ, ഡേറ്റ് കൺട്രോൾ ആൻഡ് റേഡിയോ ബട്ടൺ കൺട്രോളൂടെ ആഡ് ചെയ്യും. ഞാനിവിടെ റേഡിയോ ബട്ടൺ കൺട്രോൾ ആഡ് ചെയ്യാൻ മറന്നുപോയി. Is radio call. Let me format it again. That is the format ആവാത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ്. Back here. Still there is no error. Yes, safe still here. അപ്പോൾ അടുത്ത വീഡിയോയിൽ we'll do input form control.js. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും.